കേരള സിലബസ് അനുസരിച്ചുള്ള 10ാം ക്ലാസ്സിലെ ഫിസിക്സിനകത്തെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇംഗ്ലീഷ് മീഡിയം എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ് എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ഈ ചാപ്റ്ററിൽ നമ്മൾ ഇലക്ട്രിക് കറൻറ്റിൻ്റെ കുറച്ച് ഹീറ്റ് എഫക്റ്റും അതുപോലെ കുറച്ച് മറ്റ് എഫക്റ്റുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഇവിടെ ഒരു പിക്ചർ കാണുന്നുണ്ട്. ആ പിക്ചറിനകത്ത് എന്താണ്, ഒരു വീടിനകത്ത് അച്ഛനും അമ്മയും ഒരു കുഞ്ഞും അടുക്കളയിൽ നിൽക്കുന്നുണ്ട്. ആ കിച്ചണിൽ ഒത്തിരിയേറെ ഇലക്ട്രിക് ഡിവൈസസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ? ഓൾ ദ ഡിവൈസസ് വെർ വർക്ക് യൂസിങ് ഇലക്ട്രിക് കറണ്ട്. ഹൗ ഡു ദേ ഗീവ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി. അതായത് നമ്മുടെ കുട്ടി ഇവിടെ അമ്മയോടൊരു ഡൗട്ട് ചോദിക്കുകയാണ്. എല്ലാ ഡിവൈസുകളും ഇലക്ട്രിക് കറണ്ട് ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ എന്തൊക്കെ ഡിവൈസുകളാണുള്ളത്? മിക്സി, ഇലക്ട്രിക് സ്റ്റൗവ്, ഇലക്ട്രിക് ഓവൻ, കെറ്റിൽ, സ്റ്റോറേജ് ബാറ്ററി, ഇങ്ങനെയുള്ള ഒത്തിരി ഡിവൈസുകളുണ്ട്. അപ്പോൾ എന്നിട്ട് ആ കുട്ടി അമ്മയോട് ഡൗട്ട് ചോദിക്കുകയാണ്, ഇവിടെ എല്ലാ ഡിവൈസുകളും ഇലക്ട്രിക് കറണ്ട് ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്, പിന്നെ എങ്ങനെയാണ് ഇത് ഓരോന്നും ഓരോ പർപ്പസിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യുന്നതെന്ന് നമ്മുടെ കുട്ടി അമ്മയോട് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ഹാവ് യു ഓൾസോ ഫെൽറ്റ് ദ സെയിം ഡൗട്ട്? സം ഇലക്ട്രിക് ഡിവൈസസ് ആർ ഷോൺ ഇൻ ദ ഹൗസ് ഓഫ് ദ ചൈൽഡ്. വാട്ട് ആർ ദേ? അപ്പം അവിടെ മുകളിൽ കാണുന്നതിനകത്ത് കാണുന്ന ഇലക്ട്രിക് ഡിവൈസുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ പിക്ചറിനകത്ത് കാണുന്നത് ഇലക്ട്രിക് ബൾബുണ്ട്, ഇലക്ട്രിക് ഫാനുണ്ട്, മിക്സിയുണ്ട്, പിന്നെ മിക്സി കാണുന്നുണ്ട്, പിന്നെ ഇൻഡക്ഷൻ കുക്കറുണ്ട്, മൈക്രോവേവ് ഓവനുണ്ട്, സ്റ്റോറേജ് ബാറ്ററി ഉണ്ട്, ഇൻവെർട്ടറുണ്ട്. ഇത്രയും ഡിവൈസസ് ഉണ്ട്. ഇറ്റ് ഈസ് electrical energy that is given to the devices, but don't they give us different forms of energy? Write down the energy changes in them with respect to their use. അതായത് എല്ലാ ഡിവൈസുകൾക്കും കൊടുക്കുന്നത് എന്ത് എനർജിയാണ്? ഇലക്ട്രിക്കൽ എനർജിയാണ് നൽകുന്നത്. പക്ഷേ എന്താണ്, ഡിവൈസുകളെല്ലാം എന്താണ് വർക്ക് ചെയ്യുന്നത്? അത് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി ആയിട്ടാണ് അത് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ ഡിവൈസിലും സംഭവിക്കുന്ന എനർജി ചേഞ്ച് എന്താണ്, പിന്നെ ഓരോ ഡിവൈസിൻ്റെയും യൂസ് എന്താണെന്ന് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് ഓരോ ഇലക്ട്രിക് ഡിവൈസുകളെക്കുറിച്ചും അതിൻ്റെ യൂസസ് എന്താണെന്നും എനർജി ചേഞ്ച് എന്താണെന്നും പഠിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രിക് ബൾബ് എപ്പോഴും കാണുന്നതാണ്. ടു ഗെറ്റ് ലൈറ്റാണ്. അതെന്താണ്? ഇലക്ട്രിക്കൽ എനർജിയെ ലൈറ്റ് എനർജി ആയിട്ട് മാറ്റുന്നു. എനർജി കൺവേർഷൻ എങ്ങനെയാണ്? ഇലക്ട്രിക്കൽ എനർജിയെ ലൈറ്റ് എനർജി ആയിട്ട് മാറ്റുന്നു. ഈ ഇൻഡക്ഷൻ കുക്കർ അത് എന്തിനു ലഭിക്കാൻ വേണ്ടിയായി? ടു ഗെറ്റ് ഹീറ്റാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നു. ഇനി സ്റ്റോറേജ് ബാറ്ററി, അതായത് നമ്മൾ ബാറ്ററിക്കകത്തേക്ക് കറണ്ടിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ടു സ്റ്റോർ കറൻറ്റ്, അവിടെ എന്താണ്? ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആയിട്ട് മാറ്റുകയാണ്. മിക്സി എന്ന് പറയുമ്പോൾ എന്താണ്? ഫോർ ഗ്രൈൻഡിങ്, അവിടെ ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നു. ഇലക്ട്രിക് സ്റ്റൗ എന്ന് പറയുമ്പോൾ ടു ഗെറ്റ് ഹീറ്റ്, അവിടെ എന്താണ്? ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജി ആയിട്ട് മാറ്റുന്നു. ഇനി ഇലക്ട്രിക് ഫാൻ എന്ന് പറയുമ്പം എന്താണ് അതിൻ്റെ പർപ്പസ്? ടു ഗെറ്റ് ബ്രീസ്, അവിടെ എന്താണ്? ഇലക്ട്രിക്കൽ എനർജിയെ എന്താക്കി മാറ്റുന്നു? മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നു. ഇനി അടുത്ത മൈക്രോവേവ് ഓവൻ എന്ന് പറയുമ്പം ടു ഗെറ്റ് ഹീറ്റാണ്, അവിടെ എന്താണ്? ഹീറ്റ് എനർജി ആയിട്ട് ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജി ആയിട്ട് മാറ്റുകയാണ്. ഇനി നമുക്ക് ഇൻവെർട്ടറിനെ കുറിച്ച് പഠിക്കാം. ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ ഇൻവെർട്ടർ ചാർജ് ചെയ്യുന്ന സമയത്ത്, വയൽ ചാർജിങ്, അതായത് ഇൻവെർട്ടറിനകത്തേക്ക് എനർജിയെ സേവ് ചെയ്യുന്ന സമയത്ത്, ആ സമയത്ത് AC DC ആയിട്ട് സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ആ സമയത്ത് ചെയ്യുന്നത്. ഇനി അടുത്തത് ഈ നമ്മുടെ എന്താണ് ഇൻവെർട്ടർ വയൽ ഡിസ്ചാർജിങ്ങിൻ്റെ സമയത്ത്, അതായത് ഇൻവെർട്ടർ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന DCയെ നമ്മൾ എന്താക്കി മാറ്റുകയാണ് ചെയ്യുന്നത്? AC ആയിട്ട് നമുക്ക് തിരിച്ചു വരുവാണ് ചെയ്യുന്നത്. അവിടെ എന്താണ് കൺവേർഷൻ നടക്കുന്നത്? എന്താണ് എനർജി കൺവേർഷൻ എന്ന് പറയുമ്പോൾ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലായി, ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദ ടേബിൾ ദാറ്റ് ഇലക്ട്രിക്കൽ എനർജി ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി. അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി? ഇലക്ട്രിക്കൽ എനർജിയെ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് മനസ്സിലാക്കി. ഇനി എന്താണ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ് ഓൺ എ ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നുള്ളതിന് ആൻസറാണ് the useful form of energy into which a device converts electrical energy is considered as the effect of electric current on that device. അതായത് the useful form of energy into which a device converts electrical energy is considered as the effect of electric current on that device. അതായത് ഒരു ഡിവൈസിനകത്ത് ഇലക്ട്രിക്കൽ എനർജി, ഇപ്പോൾ ഒരു എന്താണ് എക്സാമ്പിൾ എടുത്താൽ മിക്സിക്കകത്ത് എന്താ ചെയ്യുന്നത്? ഗ്രൈൻഡിങ് നടക്കും. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജിയെ യൂസ്ഫുൾ ഫോം ഓഫ് എനർജി, അതായത് മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കവിടെ ഗ്രൈൻഡ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഡിവൈസിൻ്റെ എന്താണ്
ജോബ്. അപ്പോൾ അതെന്ന് പറയുന്ന അതാണ് എന്തെന്ന് പറയുന്നത് കൺസിഡർഡ് ആസ് ദ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ് ഓൺ ദാറ്റ് ഡിവൈസ്. അതായത് ഇലക്ട്രിക് കറൻറ്റിനെ യൂസ്ഫുൾ ഫോമിലുള്ള മറ്റൊരു എനർജി ഫോമിലേക്ക് മാറ്റുന്നതിനെ എന്താണ് ഡിവൈസ് കൺവേർട്ട് ചെയ്യും. അതിനെയാണ് എന്തെന്ന് പറയുന്നത് ദ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ് ഓൺ ദാറ്റ് ഡിവൈസ് എന്ന് പറയുന്നത്. We are familiar with so many electrical devices in your daily life. Write down in your science diary the effect of electric current on each of them. You might have studied in your chemistry class the chemical effect of current. Now we shall learn more about the heating and lightning effect of the electricity. അപ്പോൾ എന്താണ് അടുത്ത പോർഷനിലേക്ക് നമ്മൾ കയറുവാണ്. എന്താണ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ്. അപ്പം എന്താണ് ഹീറ്റിംഗ് എഫക്റ്റ്? എന്താണ് ഇപ്പോൾ മുകളിൽ കുറേയേറെ ഡിവൈസുകളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഹീറ്റ് എനർജി ആയിട്ട് ഇലക്ട്രിക് എനർജിയെ ഹീറ്റ് എനർജി ആയിട്ട് മാറ്റുന്ന ഡിവൈസുകളുടെ പേര് എഴുതാണ്. എമംഗ് ദോസ് വി യൂസ് ഇൻ ഡെയിലി ലൈഫ് വിച്ച് ആർ ദ ഡിവൈസസ് ദാറ്റ് യൂസ് ദ ഹീറ്റ് ദാറ്റ് ഗിവ് ദ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ്. ഇലക്ട്രിക് കറൻറ്റിൻ്റെ ഹീറ്റിംഗ് എഫക്റ്റ് നൽകുന്ന ഡിവൈസുകൾ ഏതൊക്കെയാണ് മുകളിലുള്ളതിൽ? ഇലക്ട്രിക് അയൺ, ഹീറ്റിംഗ് കോയിൽ, ഇലക്ട്രിക് സ്റ്റൗ, ഇൻഡക്ഷൻ കുക്കർ, മൈക്രോവേവ് ഓവൻ. ഇതെല്ലാം എന്താണ് ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസുകളാണ്. ഇനി അടുത്ത് എങ്ങനെയാണ് ഹൗ ഡസ് ഇലക്ട്രിക്കൽ എനർജി ചേഞ്ച് ഇൻ ടു ഹീറ്റ് എനർജി ഇൻ സച്ച് ഡിവൈസസ്. അപ്പോൾ എങ്ങനെയാണ് ഈ നമ്മൾ കൊടുക്കുന്നത് വെറും ഇലക്ട്രിക്കൽ എനർജിയാണ്, അതിനെങ്ങനെയാണ് ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ഡിവൈസുകളിലൊക്കെ എങ്ങനെയാണ് ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ലെറ്റ് us do an experiment. മെറ്റീരിയൽസ് റിക്വയർഡ് എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എ നിക്രോം വയർ ഓഫ് അപ്രോക്സിമേറ്റ് ലെങ്ത് 5 സെൻറ്റിമീറ്റർ, ഏകദേശം 5 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു ലെങ്തുള്ള ഒരു നിക്രോം വയർ. പിന്നെ എന്താണ് 6 വോൾട്ട് സ്റ്റോറേജ് ബാറ്ററി. പിന്നെ ലാസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ കണക്ഷൻ വയേഴ്സ്. ഇത്രയും സാധനങ്ങൾ നിക്രോം വയർ, പിന്നെന്താണ് 6 വോൾട്ട് സ്റ്റോറേജ് ബാറ്ററി, പിന്നെ കണക്ഷൻ വയേഴ്സ്. ഇത്രയും യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പോവുകയാണ്. ഫിഗർ കാണിച്ചിരിക്കുന്ന പോലെ ഒരു സർക്യൂട്ട് കൺസ്ട്രക്ട് എ സർക്യൂട്ട് ആസ് ഷോൺ ഇൻ ഫിഗർ 1.1. ഈ തന്നിരിക്കുന്നതാണ് നിക്രോം വയറും 6 വോൾട്ട് ബാറ്ററിയും പിന്നെന്താണ് ഒരു സ്വിച്ചും യൂസ് ചെയ്തുകൊണ്ട് പിന്നെ കണക്ഷൻ വയേഴ്സൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ചോദിക്കുകയാണ് ഹൗ ഡസ് ദ നിക്രോം വയർ ബിക്കം റെഡ് ഹോട്ട് വൈൽ പാസിങ് ഇലക്ട്രിസിറ്റി ത്രൂ ദ സർക്യൂട്ട്. ഇവിടുത്തെ നമ്മുടെ ഈ നിക്രോം വയർ എന്താണ് ഇത് നല്ല റെഡ് ഹോട്ട്, അതായത് നല്ല ചുട്ടുപഴുത്ത് നിൽക്കുകയാണ്. അപ്പം എന്താണ് അതെങ്ങനെയാണ് ബിക്കം റെഡ് ഹോട്ട് വൈൽ പാസിങ് ഇലക്ട്രിസിറ്റി ത്രൂ ദ സർക്യൂട്ട്. അപ്പം സർക്യൂട്ടിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പം എങ്ങനെയാണ് നമ്മുടെ നിക്രോം വയർ റെഡ് ഹോട്ട് ആവാൻ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിക്രോം വയറിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഡ്യൂ ടു ദ റെസിസ്റ്റൻസ് ഓഫ് നിക്രോം വയറിനകത്ത്, അതായത് വെറും ഒരു സാധാരണ വയറായിരുന്നെങ്കിൽ അതല്ല, പക്ഷേ ഒരു റെസിസ്റ്റൻസ് ഉള്ളതാണ്. അപ്പോൾ ഡ്യൂ ടു ദ റെസിസ്റ്റൻസ് ഓഫ് ദ നിക്രോം വയറാണ് ഇത് റെഡ് ഹോട്ട് കളറാവുന്നതിനുള്ള കാരണം സംഭവിച്ചത്. ഇനി അനലൈസ് ദിസ് ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ദാറ്റ് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ഓൺലി ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ. അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ലോ ഓഫ് കൺസർവേഷൻ അനുസരിച്ച്. അപ്പോൾ എന്താണ് നിക്രോം വയർ നമ്മുടെ റെഡ് ഹോട്ട് കളറിൽ നിൽക്കുന്നതെന്ന് കാരണമാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ അത് നിൽക്കുന്നതിനുള്ള കാരണം എന്താണ്? ഡ്യൂ ടു ദ റെസിസ്റ്റൻസ് ഓഫ് ദ നിക്രോം വയർ റെസിസ്റ്റൻസ് കാരണമാണ് ഈ റെഡ് ഹോട്ട് കളറിലേക്ക് മാറുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ റെസിസ്റ്റൻസ് കാരണം നിക്രോം വയർ റെഡ് ഹോട്ട് കളറിൽ നിൽക്കാൻ കാരണം എന്നുള്ളതിന് നമുക്ക് ഒന്നുകൂടി വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അതായത് ഇവിടെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കൊടുത്ത് എന്തുമാത്രം എനർജി ഉണ്ടോ അതേ എനർജി തന്നെ നമുക്ക് അവസാനം തിരിച്ചുണ്ടാവണം. പക്ഷേ അതെന്ത് ചെയ്യണം? വേറൊരു ഫോമിലേക്ക് ചിലപ്പോൾ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത്. അതായത് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് ബട്ട് ഇറ്റ് ക്യാൻ ഓൺലി ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ. അതായത് എനർജിയെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. പക്ഷേ ഇത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഇലക്ട്രിക്കൽ എനർജിയിൽ നിന്നും ഹീറ്റ് എനർജിയിലേക്ക് മാറുന്ന മാത്രമേ ഉള്ളൂ. ഇൻ ദിസ് കേസ് വിച്ച് ഫോം ഓഫ് എനർജി വാസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി. ഇവിടെ ഏത് ഫോം ഓഫ് എനർജിയാണ് ഹീറ്റ് എനർജി ആയിട്ട് മാറിയത്? നമ്മൾ കൊടുത്ത ഇലക്ട്രിക്കൽ എനർജിയാണ് ഹീറ്റ് എനർജി ആയിട്ട് മാറിയത്. ഹൗ ഡസ് ദിസ് എനർജി ചേഞ്ച് ഓക്കർ? അപ്പം എങ്ങനെയാണ് ഈ എനർജി ചേഞ്ച്, അതായത് ഇലക്ട്രിക്കൽ എനർജി എങ്ങനെയാണ് ഹീറ്റ് എനർജി ആയിട്ട് മാറിയത്? ദിസ് ഈസ് ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ദാറ്റ് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ്. ഏത് കൺസെപ്റ്റ് അനുസരിച്ചാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച്. അതായത് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ഓൺലി ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ. ആസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ നിക്രോം ഈസ് ഹയർ ഇറ്റ് പ്രൊഡ്യൂസ് മോർ ഹീറ്റ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇൻ ദിസ് കേസ് വിച്ച്
ഹൗ ഡസ് ദിസ് എനർജി ചേഞ്ച് ഒക്കർ, അതായത് നമ്മുടെ ഇലക്ട്രിക് എനർജി എങ്ങനെയാണ് ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തതെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അതെന്ന് പറയുമ്പോൾ ദിസ് ഈസ് ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, അതായത് എനർജി ക്യാൻ ഐദർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ്. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് എനർജിയാണ് കൊടുത്തത്? ഇലക്ട്രിക്കൽ എനർജിയാണ് കൊടുത്തത്. അതെന്ത് എനർജിയായിട്ട് മാറുന്നതാണ്? ഹീറ്റ് എനർജിയായിട്ട് മാറണം. അപ്പം എന്താണ്? ഇറ്റ് ക്യാൻ ഓൺലി ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ, അതായത് നമ്മൾ കൊടുത്ത ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറി? നമുക്ക് ഹീറ്റ് എനർജി ആയിട്ട് മാറി. ഇനി ഇവിടെ എന്താണ്? നിക്രോമിൻ്റെ ആസ് ദ റെസിസ്റ്റൻസ് ഓഫ് നിക്രോം ഈസ് ഹയർ ഇറ്റ് പ്രൊഡ്യൂസ് മോർ ഹീറ്റ്. ഇവിടെ നമ്മൾ സാധാരണ ഒരു വയറല്ല കൊടുത്തേക്കുന്നത്, ഹയർ റെസിസ്റ്റൻസ് ഉള്ള നിക്രോം വയറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതെന്ത് ചെയ്തു? മോർ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് എന്താണ്? ഇതെങ്ങനെയാണെന്ന് ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ തിയറിയൊക്കെ പറഞ്ഞു. ഇനി ഇതെങ്ങനെയാണെന്ന് ലെറ്റ് us അനലൈസ് ബൈ എക്സാമിനിങ് ദ കറൻറ്റ് ആൻഡ് വോൾട്ടേജ് ഇൻ ദ സർക്യൂട്ട്. നമുക്ക് എന്താണ് ഈ എന്താണ് കറൻറ്റും വോൾട്ടേജും ഒക്കെ കടത്തിവിട്ട് നമുക്ക് എന്താണ് ലെറ്റ് us അനലൈസ് ബൈ എക്സാമിനിങ് ദ കറൻറ്റ് ആൻഡ് വോൾട്ടേജ് ഇൻ ദ സർക്യൂട്ട്, അതായത് സർക്യൂട്ടിനകത്തെ കറൻറ്റും വോൾട്ടേജും ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ട് നമുക്കിതൊന്ന് അനലൈസ് ചെയ്യാമെന്ന്. വി ക്യാൻ മെഷർ ദ വോൾട്ടേജ് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് ദ റെസിസ്റ്റർ ആർ യൂസിങ്. ആർ എന്ന് പറയുമ്പോൾ റെസിസ്റ്റർ ആരാണ്? ഇവിടുത്തെ നമ്മുടെ നിക്രോം വയർ. അപ്പോൾ എന്താണ്? മെഷർ ദ വോൾട്ടേജ് ബിറ്റ്വീൻ ദ എൻഡ് ഓഫ് ദ റെസിസ്റ്റർ, അതായത് റെസിസ്റ്ററിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അല്ല റെസിസ്റ്റൻസിൻ്റെ മുകളിലുള്ള വോൾട്ടേജ് മനസ്സിലാക്കണമെങ്കിൽ അവിടെ എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്? യൂസിങ് എ വോൾട്ട് മീറ്റർ വി. പിന്നെ എന്താണ്? കറൻറ്റ് യൂസിങ് അമ്മീറ്റർ എ. അപ്പോൾ എന്താണ്? വോൾട്ടേജ് റെസിസ്റ്റൻസിന്മേലുള്ള വോൾട്ടേജ് കണക്കാക്കാൻ ഒരു വോൾട്ട് മീറ്ററും കറണ്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഒരു അമ്മീറ്ററും യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. ഇനി അടുത്ത്, if the ammeter shows a current I ampere on applying a potential difference V across the resistor of resistance R ohm. ഇനി നമ്മുടെ അമ്മീറ്റർ എന്ന് പറയുമ്പോൾ ഷോസ് എ കറൻറ്റ് I ആംപിയർ. അപ്പം നമ്മുടെ അമ്മീറ്റർ കാണിക്കുവാണ് ഒരു I ആംപിയർ ഓൺ അപ്ലൈങ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V അക്രോസ് ദ റെസിസ്റ്റർ ഓഫ് റെസിസ്റ്റൻസ് R ohm. അതായത് നമ്മുടെ ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്താണ്? അമ്മീറ്റർ എന്തുമാത്രം കറണ്ട് കാണിക്കും? I ആംപിയർ കറണ്ട് കാണിക്കും. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 6 ഓം റെസിസ്റ്ററിന് കുറുകെ ഒരു ക്രോസ് ചെയ്ത് ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ അതിലൂടെ പോകുന്ന കറണ്ട് എത്രയായിരിക്കും? I ആംപിയർ കറണ്ട് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കറിയാം കറണ്ട് I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജ് ഡിവൈഡഡ് ബൈ ടൈം ആണെന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. അപ്പം അതായത് എന്താണ്? then the charge that flows through the conductor in t second, അതായത് എന്താണ്? നമുക്കറിയാവുന്നൊരു ഇക്വേഷനാണ് I is equal to Q divided by T എന്ന് പറയുന്നത്. I is equal to Q divided by T എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഇനി എന്താണ് ഈ ഇക്വേഷൻ നമുക്ക് then the charge that flows through the conductor in t second Q is equal to I into T കൂളംബ് എന്ന് നമുക്ക് ഈ ഇക്വേഷനിൽ നമുക്ക് എഴുതാം. നമ്മളിപ്പോൾ ഒരു ലോ ക്രിയേറ്റ് ചെയ്യാനാണ് പോകുന്നത്. അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടുന്ന ആവശ്യമായ സ്റ്റെപ്പുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? ഒരു അമ്മീറ്റർ യൂസ് ചെയ്ത് കറണ്ട് മെഷർ ചെയ്യുകയാണ്. ആ കറണ്ട് I ആയിരിക്കും. എപ്പോഴാണ്? ഒരു 6 ഓം റെസിസ്റ്ററിന് കുറുകെ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവിടെ വരുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? I ആംപിയർ ആയിരിക്കും. ഇനി കറണ്ട് I എന്ന് പറയുന്നതിന് ഇക്വേഷൻ Q ഡിവൈഡ് ബൈ ചാർജ് ഡിവൈഡ് ബൈ ടൈമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് ക്യൂവിന് എന്തെന്ന് എഴുതാം? I ഇൻറ്റു T എന്ന് എഴുതാം. അപ്പം ഇനി നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പഠിക്കുകയാണ്. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് വിൽ ബി the potential difference between 2 points will be 1 volt if 1 joule of work is done in moving 1 coulomb of charge from one point to another. അതായത് രണ്ട് എൻ പോയിൻറ്റ്സുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് അഥവാ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 വോൾട്ട് എന്ന് പറയും. എങ്ങനെയാണെങ്കിലാണ് ഇഫ് 1 ജൂൾ വർക്ക്, അതായത് എന്താണ്? 1 ജൂൾ വർക്ക് വേണം. എന്തിനാണ്? ഈസ് ഡൺ ഇൻ മൂവിങ് 1 കൂളംബ് ഓഫ് ചാർജ് ഫ്രം എന്താണ് 1 പോയിൻറ്റ് ടു അനദർ. ഒരു പോയിൻറ്റിൽ നിന്നും മറ്റൊരു പോയിൻറ്റിലേക്ക് 1 കൂളംബ് ചാർജിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ 1 ജൂൾ വർക്ക് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ രണ്ട് പോയിൻറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് പറയും? നമ്മൾ 1 വോൾട്ട് ആണെന്ന് പറയും. അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്
വാട്ടർ ടാങ്കിൽ നിന്നും, മുകളിലിരിക്കുന്ന വാട്ടർ ടാങ്കിൽ നിന്നും താഴേക്ക് വെള്ളം ഒഴുകുന്നതിനോട് നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ ഇവിടെ താഴേക്ക് ഒഴുകുന്ന വെള്ളത്തെയാണ് നമ്മൾ ചാർജ് എന്ന് പറയുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് എന്തോ ഒരു എനർജി, അതായത് 1 ജൂൾ എനർജി അല്ലെങ്കിൽ 1 ജൂൾ ഓഫ് വർക്ക് ആവശ്യമുണ്ട്. എന്തിനാണ്? മുകളിൽ കിടക്കുന്ന വെള്ളത്തെ താഴേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. ആ വർക്ക് 1 ജൂൾ ഓഫ് വർക്ക് എന്താണ് ഈസ് ഇൻ മൂവിങ് 1 കൂളംബ് ഓഫ് ചാർജ്. ഇവിടെ എന്താണ്? ചാർജിനെ 1 കൂളംബ് ഓഫ് ചാർജിനെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് എത്തിക്കണമെങ്കിൽ 1 ജൂൾ വർക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എപ്പോഴും എത്രയാണെന്ന് പറയും? നമ്മൾ ഒരു 1 വോൾട്ട് ആണെന്ന് പറയും. ഇതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, 1 ജൂൾ ഓഫ് വർക്ക് ഈസ് റിക്വയർഡ് ടു മൂവ് 1 കൂളംബ് ഓഫ് ചാർജ് അണ്ടർ 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതായത് 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ 1 കൂളംബ് ചാർജ് 1 പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് എത്തിക്കണമെങ്കിൽ എന്തോരം വർക്ക് ആവശ്യമാണ്? 1 ജൂൾ ഓഫ് വർക്ക് റിക്വയർഡ്. ഹെൻസ് ദ വർക്ക് W ടു ബി ഡൺ ടു മൂവ് 1 കൂളംബ് ഓഫ് ചാർജ് അണ്ടർ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V വിൽ ബി W ഈക്വൽ ടു V ജൂൾ. അതായത് എന്താണ് വർക്ക് എന്ന് പറയുന്നത്? അപ്പോൾ എന്താണ്? ഹെൻസ് ദ വർക്ക് W ടു ബി ഡൺ ടു മൂവ് 1 കൂളംബ് ഓഫ് ചാർജ് അണ്ടർ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V വിൽ ബി. അതായത് എന്താണ്? ഒരു എന്താണ് 1 കൂളംബ് ഓഫ് ചാർജിനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിയിൽ മൂവ് ചെയ്യിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായ വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? V ജൂൾ ആയിരിക്കും. ഇഫ് സോ ദ വർക്ക് ടു ബി ഡൺ ടു മൂവ് എ ചാർജ് Q അണ്ടർ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ വർക്ക് ടു ബി ഡൺ ടു മൂവ് എ ചാർജ് Q അണ്ടർ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is. അപ്പോൾ എന്താണ്? ഒരു ചാർജ് എന്താണ് ചാർജ് ക്യൂവിനെ ചാർജിനെ മൂവ് ചാർജ് ക്യൂ ഇത്രയും നേരം എന്താണ് 1 കൂളംബ് ഓഫ് ചാർജ് ആയിരുന്നു. ഇവിടെ എന്താണ്? ചാർജ് ക്യൂ അണ്ടർ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V എന്ന് പറയുമ്പോൾ W ഈക്വൽ ടു 1 കൂളംബ് ചാർജ് പോകണമെങ്കിൽ V ജൂളാണ് വർക്ക് വേണ്ടതെങ്കിൽ ക്യൂ കൂളംബ് ചാർജ് പോകണമെങ്കിൽ എത്ര വർക്ക് വേണം? W ഈക്വൽ ടു Q ഇൻറ്റു V. ദ വർക്ക് റിക്വയർഡ് ഫോർ മൂവിങ് ഇലക്ട്രിക് ചാർജ് ത്രൂ ദ കണ്ടക്ടർ ഈസ് ഡൺ ബൈ ദ ബാറ്ററി കണക്റ്റഡ് ടു ദ സർക്യൂട്ട്. ഇനി എന്താണ്? ദ വർക്ക് റിക്വയർഡ് ഫോർ മൂവിങ് ദ ഇലക്ട്രിക് ചാർജ് ത്രൂ ദ കണ്ടക്ടർ ഈസ് ഡൺ ബൈ ദ ബാറ്ററി കണക്റ്റഡ് ടു ദ സർക്യൂട്ട്. അപ്പോൾ എന്താണ്? ഒരു ഇലക്ട്രിക് ചാർജിനെ കണ്ടക്ടറിലൂടെ മൂവ് ചെയ്യണമെങ്കിൽ ആവശ്യമായത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? മൂവിങ് ഇലക്ട്രിക് ചാർജ് ത്രൂ ദ കണ്ടക്ടർ ഈസ് ഡൺ ബൈ ദ ബാറ്ററി കണക്റ്റഡ് ടു ദ സർക്യൂട്ട്. സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്ത ബാറ്ററിയിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ എന്താണ് എനർജി കിട്ടുന്നത്. ദ പവർ P സപ്ലൈഡ് ബൈ ദ ബാറ്ററി ടു ദ സർക്യൂട്ട് ഇൻ എ ടൈം T സെക്കൻഡ് ഈസ് P ഈക്വൽ ടു W ഡിവൈഡ് ബൈ T. അപ്പോൾ നമ്മുടെ ഈ ബാറ്ററി സപ്ലൈ ചെയ്യുന്ന പവർ ടു എ സർക്യൂട്ടിലേക്ക് സപ്ലൈ ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് എത്ര സമയത്തിനുള്ളിൽ? T സെക്കൻഡിനുള്ളിൽ പവർ ഈക്വൽ ടു P ഈക്വൽ ടു W ഡിവൈഡ് ബൈ T ആണ്. അപ്പോൾ ഇനി അടുത്ത് എന്താണ്? ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ ഇക്വേഷൻ ഓഫ് വർക്ക് ഇൻ ദിസ്. എന്താണ്? വർക്കിൻ്റെ ഇക്വേഷൻ നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? V ഇൻറ്റു Q ആണ് നമ്മൾ മുകളിൽ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ പവർ ഈക്വൽ ടു V ഇൻറ്റു Q ഡിവൈഡ് ബൈ T. ഇനി Q ഡിവൈഡ് ബൈ T എന്ന് നമുക്കൊന്ന് എഴുതാം. I എന്ന് നമുക്ക് എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. I ഈക്വൽ ടു Q ഡിവൈഡ് ബൈ T ആണ് നമ്മൾ പറഞ്ഞു. അപ്പം എന്താണ്? P ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? V ഇൻറ്റു Q by Tക്ക് വരെ എന്തെന്ന് കൊടുക്കാം? I എന്ന് കൊടുക്കാം. അപ്പോൾ P ഈക്വൽ ടു VI. Therefore the energy supplied by the battery to the current in T second is equal to therefore അപ്പോൾ എന്താണ്? ഇത് എന്താണ്? വെറും എന്താണ് 1 സെക്കൻഡിലായിരുന്നു. ഇനിയിപ്പോൾ therefore the energy supplied by the battery to the circuit in T സെക്കൻഡ്. T സെക്കൻഡിലാണെങ്കിൽ എന്താണ് എനർജി സപ്ലൈ ചെയ്യുന്നത്? PT ഈക്വൽ ടു VIT. അതായത് T കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. T സെക്കൻഡിൽ, മറ്റേത് 1 സെക്കൻഡിലായിരുന്നു. ഇവിടെ എന്താണ്? ദ എനർജി സപ്ലൈഡ് ബൈ ദ ബാറ്ററി ടു ദ സർക്യൂട്ട് ഇൻ T സെക്കൻഡ് ഈസ് ഈക്വൽ ടു PT ഈക്വൽ ടു എത്രയാണ്? VIT. ഇനി ദ ഇലക്ട്രിക്കൽ എനർജി എക്സ്പെൻഡഡ് ബൈ ദ ബാറ്ററി ഇൻ ദ സർക്യൂട്ട് കണ്ടെയ്നിങ് ദ നിക്രോം വയർ ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഹീറ്റ്. അപ്പോൾ ഇവിടെ എന്താണ്? ഈ PT എന്ന് പറയുന്ന സാധനം എന്തായിട്ട് മാറി? ഇലക്ട്രിക്കൽ എനർജി, അതായത് expended by the battery. The electrical energy expended by the battery in the circuit containing the nichrome wire is converted into heat. അതായത് ഇവിടെ ബാറ്ററി കൊടുത്ത ഇലക്ട്രിക്കൽ എനർജിയെ നിക്രോം വയർ എന്താക്കി മാറ്റി? ഹീറ്റായിട്ട് മാറ്റി. Therefore എന്താണ്? H is equal to VIT എന്ന് എഴുതാം. അതായത് PT ഈക്വൽ ടു എന്നുള്ളതിന് പകരം എന്തെന്ന് എഴുതാം? നമുക്ക് H is equal to, അതായത് നമ്മൾ കൊടുത്ത ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറി? ഇവിടെ ഹീറ്റായിട്ട് മാറ്റി. അപ്പോൾ ഹീറ്റ് ഈക്വൽ ടു VIT.
ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ് കേട്ടോ. ഈ ഇക്വേഷൻ പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഈ മുകളിലുള്ള ഡെറിവേഷനൊക്കെ പഠിച്ചത്. അപ്പോൾ H is equal to VIT. The heat is developed since a current is available in the circuit in accordance with the voltage applied. അപ്പോൾ എന്താണ് ഹീറ്റ് ഈസ് ഡെവലപ്ഡ് സിൻസ് എ കറണ്ട് ഈസ് ഹീറ്റ് ഈസ് ഡെവലപ്ഡ് സിൻസ് എ കറണ്ട് ഈസ് അവൈലബിൾ ഇൻ ദ സർക്യൂട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ വോൾട്ടേജ് അപ്ലൈഡ്. വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് എന്താണ് സർക്യൂട്ടിനകത്തൊരു കറണ്ട് അവൈലബിൾ ആണ്. അതാണ് എന്തായിട്ട് മാറ്റുന്നത്, ഹീറ്റായിട്ട് മാറുന്നത്. ഈഫ് സോ വൈ ഡിഡ് ദ നിക്രോം വയർ ഇൻ ദ സർക്യൂട്ട് എലോൺ ബിക്കംസ് റെഡ് ഹോട്ട്. അപ്പോൾ ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നിക്രോം വയർ മാത്രം എന്തുകൊണ്ട് റെഡ് ഹോട്ട് ആവുന്നത്? അവിടെ ബാക്കി കുറേ കണക്ഷൻ വയറുകളൊക്കെ ഇല്ലേ, അതൊന്നും എന്താണ് റെഡ് ഹോട്ട് ആകുന്നില്ലല്ലോ. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ലെറ്റ് us എക്സാമിൻ ദ ഇൻഫ്ലുവൻസ് ഓഫ് റെസിസ്റ്റൻസ് ഇൻ ചേഞ്ചിങ് ദ ഇലക്ട്രിക്കൽ എനർജി ഇൻ ടു ഹീറ്റ് എനർജി. അപ്പോൾ എന്താണ് നമുക്കിനി നോക്കാം. അതായത് നിക്രോം വയറിന് ഒരു 6 ഓം റെസിസ്റ്റൻസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ഈ റെസിസ്റ്റൻസിൻ്റെ ഇൻഫ്ലുവൻസ് ഇൻ ചേഞ്ചിങ് ദ ഇലക്ട്രിക്കൽ എനർജി ഇൻ ടു ഹീറ്റ് എനർജി. അപ്പോൾ നമ്മൾ H is equal to VIT എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് ആറിന് ഇപ്പോൾ വിക്കും ഐക്കും ടിക്കും മാത്രമേ കണക്ഷൻ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു ആറിനും കൂടി ഒരു കണക്ഷൻ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നമുക്കൊരു ഇക്വേഷനെ ഫോം ചെയ്യണം. അപ്പോൾ അക്കോർഡിംഗ് ടു ഓംസ് ലോ V is equal to IR. അപ്പോൾ ഓംസ് ലോ അനുസരിച്ച് എന്താണ് V is equal to IR ആണ്. പണ്ട് പഴയ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട്. ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദിസ് ഇൻ ദ ഇക്വേഷൻ, അപ്പോൾ വിക്ക് പകരം നമ്മൾ എന്തെന്ന് കൊടുക്കും, IR പിന്നെ IT. അപ്പോൾ എന്താണ് I² RT എന്ന് നമുക്ക് കിട്ടും. I² RT എന്ന് ഇക്വേഷനിൽ കിട്ടും. ഐക്ക് പകരം വിക്ക് പകരം എന്തെന്ന് കൊടുത്തു, IR എന്ന് പറഞ്ഞ ഇക്വേഷൻ കൊടുത്തു. IR × IT ദാറ്റ് ഈസ് ഈക്വൽ ടു I² RT എന്ന് കിട്ടി. ഫ്രം ദിസ് ഇറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് വൈ നിക്രോം വയർ എലോൺ ബിക്കംസ് റെഡ് ഹോട്ട്. അതായത് ഇതിന് എന്തുമായിട്ട് കണക്ഷൻ ഉണ്ട്, നിക്രോം വയറിന് എൻ്റെ റെസിസ്റ്റൻസുമായിട്ട് ഇത് ഹീറ്റ് എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിൽ എന്താണ് പ്രാധാന്യമുണ്ട്. This process by which heat is developed in the circuit on passing current through it is known as Joule heating or ohmic heating. അപ്പോൾ എന്താണ് the process by which the heat is developed in a circuit on passing current through it is known as Joule heating or ohmic heating. അതായത് ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ സർക്യൂട്ടിനകത്ത് എന്താണ് ഹീറ്റ് ഡെവലപ്പ് ആവുന്ന this process by which heat is developed in a circuit in a circuit on passing current through it is known as Joule effect heating or ohmic heating. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, Joule heating or ohmic heating. ഇനി അടുത്ത്, ഹാവിൻറ്റ് യു അണ്ടർസ്റ്റുഡ് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഹീറ്റ് ഡെവലപ്ഡ് വെൻ എ കറണ്ട് പാസസ് ത്രൂ ദ കണ്ടക്ടർ. ഹാവിൻറ്റ് യു അണ്ടർസ്റ്റുഡ് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഹീറ്റ് ഡെവലപ്ഡ് വെൻ എ കറണ്ട് പാസസ് ത്രൂ എ കണ്ടക്ടർ. അതായത് ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഹീറ്റ് ഡെവലപ്ഡ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന്. ഒന്നാമത്തെ കാര്യം എന്താണ്, H is equal to VIT അല്ലെങ്കിൽ H is equal to I² RT എന്ന് പറഞ്ഞ ഇക്വേഷൻ. H is equal to I² RT. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നത്, ഇലക്ട്രിക് കറൻറ്റ് I, റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ R, ടൈം ഓഫ് ദ കറൻറ്റ് ഫ്ലോ. ഈ 3 കാര്യങ്ങളെയും ബേസ് ചെയ്തുകൊണ്ടാണ് എന്താണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഹീറ്റ് ഡെവലപ്ഡ് വെൻ എ കറൻറ്റ് പാസസ് ത്രൂ എ കണ്ടക്ടർ എന്നുള്ള ക്വസ്റ്റ്യൻ. അതായത് ഒരു കണ്ടക്ടറിനകത്തിലൂടെ കറൻറ്റ് പാസ് ചെയ്യുമ്പോൾ അത് ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് H is equal to I² RT എന്ന് പറഞ്ഞ ഇക്വേഷനിൽ നിന്നും ഏതൊക്കെയാണ്, I എന്ന് പറയുന്നത് ഇലക്ട്രിക് കറൻറ്റാണ്, R എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടറാണ്, അടുത്തതെന്ന് പറയുമ്പോൾ എന്താണ് ടൈം ഓഫ് കറൻറ്റ് ഫ്ലോ ആണ്. നമ്മൾ ഇത്രയും നേരം പഠിച്ച ഇനി ഇക്വേഷൻ H is equal to I² RT എന്ന് പറയുന്നതിന് നമ്മളൊരു ലോ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പോവാണ്, ജൂൾസ് ലോ. ദ ഹീറ്റ് ജനറേറ്റഡ് അതായത് H in a current carrying conductor is directly proportional to the product of the square of the current. Directly, അപ്പോൾ H എന്ന് പറയുന്നത് directly proportional to the product of the square of the current. Square of the currentൻ്റെയും square of the current in the conductor, the resistance of the conductor and the time of flow of current. H is directly proportional to the square of the current in the conductor, resistance of the conductor and the current time of flow of current. അപ്പോൾ ഇതാണ് എന്താണ് ജൂൾസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് the heat generated in a current carrying conductor is directly proportional to the product of the square of the current in the conductor, the resistance of the conductor and the time of flow of current, which is directly proportional to I² RT. അപ്പോൾ H is equal to I² RT joule എന്ന് എഴുതാം. I is the current in ampere, R is the resistance in ohm and T is the time in second. അപ്പോൾ എന്താണ്
ഇതാണ് എന്താണ് ജൂൾസ് ലോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജൂൾസ് ലോ അനുസരിച്ച് പ്രോബ്ലംസ് ചെയ്യാണ്ട് നമുക്ക് നോക്കാം. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ ഓൺ ദ ബേസിസ് ഓഫ് ജൂൾസ് ലോ. അപ്പോൾ എന്താണ് കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ ഓൺ ദ ബേസിസ് ഓഫ് ജൂൾസ് ലോ. ജൂൾസ് ലോ എന്താണ് H ഈസ് ഈക്വൽ ടു എന്താണ് H ഈസ് ഈക്വൽ ടു I സ്ക്വയർ എന്താണ് H ഈസ് ഈക്വൽ ടു I സ്ക്വയർ ആർ ടി എന്നാണ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എന്താണ് ഓരോന്നും ചില കാര്യങ്ങൾ എന്താണ് നമുക്ക് ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. അതായത് ഇവിടെ റെസിസ്റ്റൻസ് ഓഫ് അതായത് I R T ഇത് മൂന്നെണ്ണത്തിൻ്റെ വാല്യൂ തന്നാലല്ലേ നമുക്ക് ഹീറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ R ഈക്വൽ ടു 2R ആണ്. അതായത് സാധാരണയുള്ള ആറിൻ്റെ ഡബിളാണ് R എന്ന് പറയുന്നത്. ഇൻറ്റൻസിറ്റി I ആണ്, ടൈം എന്ന് പറയുന്നത് T സെക്കൻഡ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഹീറ്റ് ജനറേറ്റ് എന്താണ് I സ്ക്വയർ, Iക്ക് പകരം I സ്ക്വയർ, ആറിന് പകരം എന്തെന്ന് കൊടുക്കും 2R, ടിക്ക് പകരം ടി. അപ്പോൾ I സ്ക്വയർ ആർ ടി എന്നുള്ളതിൻ്റെ ഡബിൾ ആകും. അപ്പോൾ 2I സ്ക്വയർ ആർ ടി. ആറ് 2R ആയതുകൊണ്ടാണ് ഈ 2 ഇവിടെ വന്നത്. അപ്പോൾ എന്താണ് ചേഞ്ച് ഇൻ ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ് ടോയ്സ് ആവുകയാണ്. അതായത് സാധാരണ ഉണ്ടാകുന്ന ഹീറ്റിൻ്റെ ഡബിൾ ആവുകയാണ് എന്ത് ചെയ്യുന്നത് ആറിൻ്റെ വാല്യൂ 2R കൊടുക്കുമ്പോൾ. ഇനി ആറിൻ്റെ വാല്യൂ 6 തന്നെയാണ്. കറണ്ടിൻ്റെ വാല്യൂ നമ്മൾ മാറി 2I കൊടുക്കുന്നു. ടി കൊടുക്കുകയാണ് ടൈമെങ്കിൽ എന്താണ് 2I സ്ക്വയർ എന്ന് പറയുമ്പോൾ 2I സ്ക്വയർ ആർ ടി. അപ്പോൾ 2Iയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ് 4I സ്ക്വയർ ആർ ടി. അപ്പോൾ എന്താണ് 4 ടൈംസ് ഹീറ്റ് ചേഞ്ച് ഒക്കർ ചെയ്യുകയാണ്. ഇനി നമുക്ക് അടുത്ത കേസ് എന്ന് പറയുമ്പോൾ ആറിന് പകരം എന്തെന്ന് കൊടുക്കണം R/2. I ഈക്വൽ ടു I, T ഈക്വൽ ടു T തന്നെ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ മാറും I സ്ക്വയർ R/2 T. അപ്പോൾ എന്താണ് നമ്മുടെ ഹാഫായിട്ട് ഹീറ്റ് ചേഞ്ച് സംഭവിക്കും. ഇനി അടുത്ത കേസ് എന്ന് പറയുമ്പോൾ I/2 T. അപ്പോൾ I/2 ആണ് വന്നേക്കണേ. ഇക്വേഷൻ എന്താണ് I സ്ക്വയറിന് വന്നിട്ട് എന്താണ് I/2 ദോൾ സ്ക്വയർ ആർ ടി. ആർ ടിക്ക് മാറ്റമൊന്നുമില്ല. അപ്പോൾ എന്താണ് I/4 എന്താണ് ആർ ടി I സ്ക്വയർ ഡിവൈഡ് ബൈ 4 ആർ ടി എന്നാവും. അപ്പോൾ എന്താവും അത് ക്വാർട്ടർ, അതായത് 4/1 1/4 ആകും. ഇനി അടുത്ത കേസിലെന്ന് പറയുമ്പോൾ I/2T. ടിയിൽ ചേഞ്ച് വന്നു. അപ്പോൾ എന്താണ് I സ്ക്വയർ ആർ ടി. അപ്പോൾ എന്താണ് ടിയുടെ 2T ആവും. അപ്പോൾ 2 പുറത്ത് വന്നു. അപ്പോൾ 2 ടൈംസ് എന്താവും ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ആവും. ഇനി I/T ഡിവൈഡ് ബൈ 2 I സ്ക്വയർ ആർ ടി ഡിവൈഡ് ബൈ 2. അപ്പോൾ എന്താണ് ഹാഫ് ഓഫ് H ഡിവൈഡ് ബൈ 2 ആയി മാറും. അപ്പോൾ അനലൈസ് ദ ടേബിൾ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഫാക്ടർസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഹീറ്റ് ദ മോസ്റ്റ്. അപ്പോൾ എന്താണ് നമ്മൾ ഈ മുകളിലേക്ക് നോക്കിയിട്ട് ഈ ടേബിൾ നോക്കിയിട്ട് നമ്മളോടൊരു ആൻസർ പറയാൻ പോവാണ്. അതായത് ആറാണോ I ആണോ T ആണോ ഏറ്റവും കൂടുതൽ നമ്മുടെ ഹീറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് I എന്ന് പറയുന്ന I സ്ക്വയറിന് എടുക്കുന്നത് കൊണ്ട് Iയുടെ വാല്യൂ എന്താണ് 2I എടുക്കുന്നതാണ് ആറിൻ്റെ വാല്യൂ 2R എടുക്കുന്നതിനേക്കാളും ടിയുടെ വാല്യൂ T എടുക്കുന്നതിനേക്കാളും കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ ഹീറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകം ഏതാണ് ഇൻറ്റൻസിറ്റി ഓഫ് ദ കറൻറ്റാണ്. ഇനി ഡോണ്ട് യു നൗ അണ്ടർസ്റ്റാൻഡ് how the change in current, resistance and the time for which the electricity flows influence the amount of heat developed. ഇനി അടുത്തത് നമ്മളെന്താണ് ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ എക്സ്പെരിമെൻറ്റും ജൂൾസ് ലോ അനുസരിച്ചുള്ള പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.